Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Pinky, Yes, ma'am. Pinky ഏത് ബാച്ചാണ്? ഞാൻ MP6 തന്നെയാണ്. പക്ഷേ മറ്റേ പ്രാക്ടിക്കൽ സെഷൻ കൂടാൻ പറ്റിയായിരുന്നില്ലല്ലോ. അല്ല, MT5 ആണ്. പക്ഷെ പ്രാക്ടിക്കൽ സെഷൻ കൂടാൻ പറ്റാത്ത കാരണം പെർമിഷൻ വാങ്ങിച്ചു ഓഫീസിൽ നിന്ന്. അപ്പോൾ ഈ ക്ലാസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. ഓക്കെ. ഞാൻ MT5 ഇവിടെ ഇങ്ങനെ വന്നു ആലോചിച്ചതാണ്. ഇവരുടെ കൂടെ എക്സാം എഴുതുന്നത്, MP6 ഇവിടെ എക്സാം എഴുതുന്നത്. ഓക്കെ. പ്രാക്ടിക്കൽ സെഷനും ഇവരുടെ കൂടെ എത്തും വരുന്നത് അല്ലേ? എല്ലാതും PGയും പ്രാക്ടിക്കലും ഒക്കെ ഇവരുടെ കൂടെ തന്നെ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് മോണ്ടിസോറി മാത്തമാറ്റിക്കൽ ഏരിയ ആണ് അല്ലെ ഞാൻ എടുക്കുന്ന പോർഷൻ. സോ ഇൻട്രൊഡക്ഷൻ ആണെന്തിനാണെന്ന് റീഡ് ക്ലെയർ ആരാ പറയുന്നത്? ക്ലെയർ പ്രിപ്പയർഡ് ആണെന്നാണെങ്കിലും. Yes, Miss. ദിവ്യ പറഞ്ഞോടാ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ചിന്തയായി എന്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്റെ കരത്തിലും നന്മയായി നീ കടന്നിരിക്കുന്നതേ എങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു. വൺ മിനിറ്റ് എന്നെ പറയട്ടെ. തോട്ട്സ് പറഞ്ഞോടാ. In teaching, we plant the seeds of knowledge, but it is the child who makes them blow. Maria Montessori. Thank you. സൈനിന് ഒരു ആക്ഷൻ സോങ് ആണ്, പക്ഷെ വീഡിയോ ഓൺ ആക്കുന്നില്ല. Daddy finger, where are you? Here I am, how do you do? Mommy finger, where are you? Here I am, how do you do? Brother finger, where are you? Here I am, how do you do? Sister finger, where are you? Here I am, how do you do? Baby finger, where are you? Here I am, how do you do? ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഞാൻ എന്നെ ചികിത്സ അറിയുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ടൈം ലാഗ് ഉണ്ടാവും കേട്ടോ. മിസ് വോയിസ് ക്ലിയർ അല്ല, വോയിസ് നേരെ കേൾക്കുന്നില്ല. വോയിസ് കേൾക്കുന്നില്ല? ഇടയ്ക്ക് സ്റ്റക്ക് കേൾക്കാവോളോ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട് മിസ്സേ. മിസ്.
ഓക്കെ അതെ ഞാൻ ഒരു ടേബിൾ അറേഞ്ച് ചെയ്ത് എനിക്കും ഉണ്ട് അതുപോലെ പ്രശ്നം. ചില സമയങ്ങളിൽ സ്റ്റക്ക് ആകുന്നുണ്ട്. range related ആയിട്ടുള്ള ആയിരിക്കാം. 1 minute ഞാൻ മിസ് പറയുന്നത് സ്റ്റക്ക് ആയിട്ടാ കേൾക്കുന്നേ, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണോ? ക്യാൻസലേഷൻ കൊടുക്കാം. ഇത് മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ടോ? ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ ഇത് ഇത് 1 തൊട്ടുണ്ടോ മിസ്? 5 തൊട്ടല്ലേ 1 മുതൽ 18 വരെ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 വരുമ്പോ ഒരു ലൈൻ റെഡ് ലൈൻ വരുന്നുണ്ട്. 11 മുതൽ 18 വരെ. ഓക്കെ, ഈ ഒരു ബോർഡിന് നമ്മൾ പറയുന്ന പേരാണ് അഡീഷൻ ബോർഡ്. എന്താണ് നമ്മുടെ ബോർഡിന്റെ പേര്? അഡീഷൻ ബോർഡ്. ചെറിയ ചേഞ്ചസ് ഉണ്ടാകും. നിങ്ങൾ ഈ ബ്ലൂ കളറും റെഡ് കളറിലെ സ്ട്രിപ്പുകൾ കാണുന്നുണ്ടോ? യെസ് മിസ്. നമുക്കിത് അറേഞ്ച് ചെയ്യണം കേട്ടോ. നമ്മള് ഏഞ്ചൽ വിങ്സ് പോലെ അറേഞ്ച് ചെയ്യുവേ. അറേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മള് ഏറ്റവും ലെങ്തി ആയിട്ടുള്ളത്, ഏറ്റവും ലോങ് അല്ലെങ്കിൽ ഒരു വലിയ നമ്പർ എന്ന് പറയുന്നത് 9 ആണ് കേട്ടോ. ഒരു വലിയ നമ്പർ ഇതിലുള്ളത് 9 ആണ്. 9 + 9 18. ആ ഒരു ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. 9 ആണ്. അത് നമ്മള് ഈ സൈഡിലായിട്ടും അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടും അറേഞ്ച് ചെയ്ത് വെക്കും. നിങ്ങളത് കാണുന്നില്ല. ഇപ്പൊ കാണാലോ അല്ലേ? 9 then 9. ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാണ്. ഏഞ്ചൽ വിങ്സ് പോലെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വരാൻ കേട്ടോ. ഏറ്റവും വലുത് നമ്മള് ടോപ്പിലും അതിന് താഴെ വരുന്നത്. ഇപ്പൊ 8 ആണ് നെക്സ്റ്റ് വെച്ചത്. ദെൻ ഞാൻ 7 ആണ് വെക്കുന്നത്. 7 കഴിഞ്ഞാൽ 6. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ക്യാമറ എടുത്ത് കാണിച്ചു തരാം. 6 കഴിഞ്ഞാൽ 5 4 3. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്യണം കേട്ടോ. 3 കഴിഞ്ഞാൽ 2. അത് പ്ലേസ് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയാ. 2 ആൻഡ് ലാസ്റ്റ് 1 കേട്ടോ. എന്റെ സൈഡിൽ നിന്നായിരിക്കും ചിലപ്പോ അത് കാണാൻ പറ്റുക. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഈ സൈഡില് 1 2 3 4 5 6 7 8 9. ദെൻ നെക്സ്റ്റ് സൈഡില് സ്ഥലം കുറവുകൊണ്ടാണ് കേട്ടോ.
ഓക്കെ, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ. നോക്കി ഒരു ഏഞ്ചൽ വിങ്സ് പോലെ തന്നെ ആണ് ഇരിക്കുന്നത് അല്ലെ. ഒരു ബട്ടർഫ്ലൈയുടെ ഏറ്റവും വലിയ ഓക്കെ രണ്ട് സൈഡിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അഡീഷൻ ചെയ്യാൻ പോവാണ്. അഡീഷൻ ചെയ്യുമ്പോൾ ബോർഡ് ഇത് അഡീഷൻ ബോർഡ് എന്നല്ലേ? അഡീഷൻ ബോർഡ് എന്നാണ് എന്നെ പറയുന്നത് കേട്ടോ. അഡീഷൻ ചെയ്യാൻ പോവാണ്. അഡീഷന് 1 മിനിറ്റ്. ഓക്കെ, അഡീഷൻ ഒരു നമ്പർ പറയോ നിങ്ങൾ? സിമ്പിൾ ആയിട്ടുള്ള അഡീഷൻ പറയട്ടോ. 5 + 5 പ്ലസ് 5 + 5 5 + 5. ഓക്കെ, ഞാൻ 5 എന്നുള്ള സ്ട്രിപ്പ് റെഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, 5 എന്നുള്ള സ്ട്രിപ്പ് ഇവിടെ ഇട്ട് പ്ലേസ് ചെയ്തു. 5 + 5 എന്നാണ് പറഞ്ഞത്. ദെൻ ബ്ലൂവിൽ നിന്നും 5 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്യാം കേട്ടോ. ദെൻ കുട്ടികളോട് ഇത് കൗണ്ട് ചെയ്ത് നോക്കാൻ പറയും. നമ്മൾ കോളങ്ങളാണ്, നിങ്ങൾ ഈ കാണുമ്പോൾ കോളങ്ങൾ പോലെ തന്നെ തോന്നുന്നില്ലേ? ബോർഡുമ്പോൾ കോളങ്ങളാണ്. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10. 10 ആണ്. ശരിക്കും പറഞ്ഞാല് നമ്മള് ഇങ്ങനെ നമ്പേഴ്സ് മറച്ചു വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് 1 5 ഞാൻ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 5 പ്ലേസ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് 10 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അത് കറക്റ്റ് ആയിട്ട് ആ പ്ലേസിലേക്ക് തന്നെ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഒന്ന് പറയോ? 3 + 4 2 + 3 2 + 3. 2 ഏതാണ് റെഡ് സ്ട്രിപ്പ്, 3 ബ്ലൂ സ്ട്രിപ്പ്. ഞാൻ രണ്ട് കൈ കൊണ്ട് ഓക്കെ കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യാം. ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കൈ വെച്ച് ഹോൾഡ് ചെയ്യാൻ നോക്കാം. 2 + 3 എന്ന് പറയുമ്പോൾ 5. നമ്മൾ ആ കോളങ്ങൾ കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കാം. 1 2 3 4 5. ഓക്കെ, 5 ആണോ? ഓക്കെ ആണ്. അപ്പം 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. ദെൻ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ബീഡ്സ് വെച്ച് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാം. സ്ട്രിപ്പ് കുട്ടികൾ കൗണ്ടിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിലും ബീഡ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ സ്ട്രിപ്പിന് പകരം ബീഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ബോർഡിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? അഡീഷൻ ബോർഡാണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം പറഞ്ഞേ. 9 വരെയുള്ള നമ്പേഴ്സ് പറയാം കേട്ടോ. ബോത്ത് സൈഡിലും 9 വരെയും പറയാം. 9 + 9 9 + 7 9 + 7. ഞാൻ റെഡിൽ നിന്ന് 9 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് വെച്ചു. ദെൻ ബ്ലൂവിൽ നിന്ന് 7 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആ കോളങ്ങൾ കൗണ്ട് ചെയ്യാണ്. 1 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, ആൻസർ ശരിയാണോ നോക്കാലോ. ഇറക്കി ബ്ലൂവിന്റെ നോക്കുമ്പോ ഓക്കെ, എത്രയാണ് ആൻസർ? 16 ആണ് ആൻസർ. ഓക്കെ, 9 + 9 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 + 9 എന്ന് പറയുമ്പോൾ 9 എന്നുള്ള സ്ട്രിപ്പും കൂടി എടുത്തു വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, കൗണ്ട് ചെയ്യാൻ കേട്ടോ. താഴത്തെ കോളങ്ങൾ കൗണ്ട് ചെയ്യിപ്പിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. 18 ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ടീച്ചർ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. ഇപ്പൊ ഒരു കോളം പോരെ, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരൊറ്റ കോളം പോരെ, അടിവരെ എന്തിനാ അത്രയും കോളങ്ങൾ ഇട്ടിരിക്കുന്നത്? അത് നമ്മൾ ഈ ഡിഫറൻസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള്. അല്ല, ഇനിയിപ്പോ കൂടുതൽ നമ്പേഴ്സ്, വലിയ നമ്പേഴ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യില്ലല്ലോ, ചെറിയ നമ്പേഴ്സ് അല്ലേ? നമ്പേഴ്സുകൾ കുട്ടികളില് ചെയ്യിക്കണ്ടല്ലോ. ഇത്തിരി വലുതൊന്നും പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് താഴത്തും കുറെ ബോക്സ് ഉണ്ടല്ലോ, അപ്പൊ ഇനി വലിയ നമ്പേഴ്സ് ആകുമ്പോ താഴത്തെ ബോക്സും കൂടി എണ്ണാൻ വേണ്ടിട്ടാണോ എന്ന്, അതിനായിരിക്കോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചത്. എടാ ഇപ്പൊ മോനൊന്നാല് രണ്ട് സൈഡിലേക്ക് വെയിറ്റ് ചെയ്യണോ? 18 ആണോ? നോക്ക്. ഇനി അടുത്തൊരു നമ്പർ പറയാം. 10 + അത് വലിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി 10 + ഒരു 9 നോക്കാം കേട്ടോ. 10 എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താണ് 10 + ഓക്കെ ആണല്ലോ, ഇവിടെ പറ്റും. വേണ്ട 10 വേണ്ട, ഒരു 15. ഓക്കെ, 15 ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞേ. 9 ഓക്കെ ആണ്. 9 കഴിഞ്ഞാല് 1 ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ 10 ആയല്ലോ. ദെൻ 5 15 കൂടി പ്ലേസ് ചെയ്തു കേട്ടോ. എത്രയും നമ്പേഴ്സ് 15 ആയിട്ടോ. പിന്നെ എത്ര പറഞ്ഞത്? ഒരു 15 + 4 ആണെന്ന് വിചാരിക്കുക.
then കുട്ടികളോട് കൗണ്ട് ചെയ്യാൻ പറയാം. ഈ നമ്മളുടെ ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നമുക്ക് അഡീഷൻസ് കൂടുമ്പോൾ നമ്പേഴ്സ് കൂടുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴത്തേക്ക് കേട്ടോ ബോർഡ്. ഓക്കെ, നമുക്കത് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ പറ്റും. എല്ലാ നമ്പേഴ്സ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഈ ഒരു ബോർഡിനെ പറയുന്ന പേരാണ് അഡീഷൻ ബോർഡ് എന്നാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇത് റെഡ് കളേഴ്സ് ആണ്, നടുക്കി കൂടി റെഡ് ലൈൻ ആണ് വന്നിരിക്കുന്നത്. ദെൻ ബ്ലൂ കളേഴ്സ് ആണ്, 2 വിങ്സ് ഉണ്ട്, റെഡ് ആൻഡ് ബ്ലൂ ആണ് വിങ്സ്. ഈ സൈഡിൽ റെഡ് ആൻഡ് ഈ സൈഡിൽ ബ്ലൂ വിങ്സ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? 18 വരെ ഉള്ളത്, 20 വരെ അല്ല അല്ലേ? ഇല്ല, 18 വരെ ഉള്ളൂ. ഓക്കെ അല്ലേ? നമുക്കിത് കൂടുതൽ കൂടുതൽ അഡീഷൻ ചെയ്യാടാ. അങ്ങനെ നമ്പർ ആഡ് ചെയ്ത് വെച്ച പോലെ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അഡീഷൻ ചെയ്യാം കേട്ടോ. നമുക്കവിടെ 20 വരെയൊക്കെ വരക്കാൻ പറ്റുമോ മിസ്സേ? നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ 20 വരെ ചെയ്യാലോ, നോക്കട്ടെ കേട്ടോ. ഞാൻ 20 പ്ലസ് ഒരു 10 നോക്കാം കേട്ടോ. ഞാനിവിടെ എത്ര വെച്ചിരിക്കണേ, റെഡിന്ന് ഒരു 10 വെച്ചിട്ടുണ്ട്. 20 അല്ലേ മോൻ പറഞ്ഞത്? 3. ഇത് 20s ആയില്ലേ? ഒരു 6 or 7 എടുക്കാം. ഞാൻ എളുപ്പമുള്ളതാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ കൗണ്ട് ചെയ്യിപ്പിക്കാം കുട്ടികളെ കൊണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. നമ്മള് ചെറിയ പ്രീ സ്കൂൾ കുട്ടികളാണ്, അപ്പൊ അവർക്ക് ചെറിയ അഡീഷൻസ് പഠിപ്പിച്ചാൽ മതി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അഡീഷൻ ബോർഡ് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മിസ് ഇത് ബീഡ്സ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ അപ്പൊ ഈ റെഡ് ലൈൻ വരക്കേണ്ട ആവശ്യം ഉണ്ടോ? എടാ, അത് ബീഡ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 9 + 3 എന്നാണ് വിചാരിക്കും. ഓക്കെ, നമ്മള് ബീഡ്സ് എടുക്കാണ്. ബീഡ്സ് 1ന്റെ ബീഡ്സ് അല്ലെങ്കിൽ 9ന്റെ ബീഡ്സ് 3യുടെ ബീഡ്സ് വെക്കും. എന്നിട്ട് ആ ബീഡ്സ് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യും. 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ ഓക്കെ ആണെന്ന് വെച്ച് പ്ലേസ് ചെയ്യും. ഇത്രേ ഉള്ളൂ. സ്ട്രിപ്പ് വേണോ കേട്ടോ? മിസ്സേ, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ മെറ്റീരിയൽ ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് പോലെ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഈ ഒരു സ്ട്രിപ്പ് ഇല്ലേ, ഈ ഒരു സ്ട്രിപ്പിന് പകരം നമ്മൾക്ക് ഒരു ബട്ടൺസ് എന്ന് പറഞ്ഞാൽ വലിയ ഈ കമ്മലിന്റെ ഒക്കെ കട്ട് ചെയ്ത് നമ്പേഴ്സ് എഴുതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് കാര്യം എക്സ്പീരിയൻസ് അല്ല, ഈ ഒരു സ്ട്രിപ്പിന് പകരം നമുക്ക് വലിയ ഈ ഫ്രെയിം അല്ല ആർട്ട് വർക്ക് ഒക്കെ കിട്ടുന്ന ഒരു കട ഉണ്ടാവില്ല, ആ കടയിൽ നിന്ന് നമുക്കൊരു ഗ്ലേസിന്റെ ഒക്കെ ഒരു ബട്ടൺസ് കിട്ടും. അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും, എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ബട്ടൺസ് ഒക്കെ നമ്മുടെ കുട്ടികൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കുഞ്ഞു കുട്ടികളാവും, കയ്യിൽ എന്ത് കിട്ടിയാലും എന്ത് ചെയ്യും, വായിലിടാനുള്ള ചാൻസ്. ബീഡ്സ് പോലും നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അഡീഷണൽ പോലും നമ്മൾ ബീഡ്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നില്ല. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വരുമ്പോഴാണ് നമ്മൾ ബീഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളല്ലേ, അവരെങ്ങാനും അറിയാതെ ബീഡ്സ് മൂക്കിലോ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്കി ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബീഡ്സ് എന്ത് ചെയ്യാത്തത്. ട്രിപ്പ് ആവുമ്പോൾ നമുക്ക് അത്രയും ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. അപ്പോ നമ്മളിപ്പോ ഇപ്പൊ കണ്ടത് അഡീഷൻ ബോർഡാണ്. നെക്സ്റ്റ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സബ്സ്ട്രാക്ഷൻ ബോർഡാണ്. അഡീഷൻ ബോർഡും സബ്സ്ട്രാക്ഷൻ ബോർഡും ഏകദേശം കാണാനായിട്ട് ബോർഡുകൾ രണ്ടും ഏകദേശം സെയിം ആണ്. ഡിഫറൻസ് നമ്മളത് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. സബ്സ്ട്രാക്ഷൻ ബോർഡ് പറഞ്ഞോ. ഈ മോണ്ടിസോറിയിൽ ഈ 18 തന്നെ വെക്കാൻ എന്തേലും കാരണമുണ്ടോ? എന്തേലും കാരണമുണ്ടോ? ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. 18 ആണ് സാധാരണയായിട്ട് ഉള്ളത് അഡീഷണലും സബ്സ്ട്രാക്ഷനിലും. അത് സെപ്പറേറ്റ് കാരണം ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം.
നമ്മൾ സബ്സ്ട്രാക്ഷൻ ബോർഡാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. സബ്സ്ട്രാക്ഷൻ ബോർഡാണ്. അഡീഷൻ ബോർഡ് പോലെ തന്നെയാണ് 18 നമ്പേഴ്സ് സബ്സ്ട്രാക്ഷൻ ബോർഡിലുണ്ട്. ദെൻ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ബ്ലൂ ആണ്. ബ്ലൂവിൽ 9 വന്നിട്ടാണ് ആ ബ്ലൂ ലൈൻ അടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നമ്പർ ലൈൻ വരുന്നത് 9ഉം 10ഉം സെൻട്രലായിട്ടാണ്. ദെൻ 18 വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. ദെൻ ബ്ലൂ ആൻഡ് റെഡ് സ്ട്രിപ്പുകൾ ഉണ്ട്. കൂടാതെ ബ്രൗൺ സ്ട്രിപ്പും കൂടി ഉണ്ട് ഇതില്. എന്താണ് ഇതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. ഇത്രയുമാണ് ഇതിൽ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ബോർഡ് വരുന്നത്. പ്ലേസ് ചെയ്യാണ് ഏറ്റവും വലുത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ആണ്. പോലെ ഭംഗിയിൽ നമ്മൾ പ്ലേസ് ചെയ്യാണ്. പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. നമ്മൾ ഇതിനെ കറക്റ്റ് ആയിട്ട് അതിനെ പ്ലേസ് ചെയ്യാം. അതിന്റെ ഫിംഗർ യൂസ് ചെയ്ത് തന്നെ പ്ലേസ് ചെയ്യാം. നേരത്തെ ക്യാമറയ്ക്ക് എടുത്ത് ചെയ്തുകൊണ്ടാണ്. കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടത്. 2 ഫിംഗർ ഉപയോഗിച്ച് തന്നെ പ്ലേസ് ചെയ്യാൻ നോക്കണം. കാരണം ഇപ്പൊ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കൂടെ ഡെവലപ്പ് ആകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 2 ഫിംഗർ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, കുട്ടികൾ തന്നെ എറർ കൺട്രോൾ ഇപ്പൊ മേ ബി 4 ആണ്. 4 എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ 4 എടുത്തത് 4ന്റെ തിരിച്ചു വെച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയിട്ട് റെഡ് കളർ അല്ലേ, സെയിം അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിക്കുകയാണ്. നമ്മളെ കുട്ടികൾ തന്നെ ആ ഒരു കൺട്രോൾ എറർ അവർ തന്നെ തിരിച്ചോളൂ കേട്ടോ. ഓക്കെ, ഞാൻ രണ്ട് സൈഡിലും മിക്സ് പോലെ റെഡിയാക്കിയിട്ടുണ്ട്. ദെൻ ഈ ബ്രൗൺ സ്ട്രിപ്പ് വന്നത് ഇവിടെ മുതൽ കേട്ടോ. ഇത്ര ലോങ് ആണ്. ഇവിടെ കേട്ടോ. സ്കൂളിന് നേരെ ഞാൻ ചെയ്യുന്ന 2 ടേബിളിലായിട്ടാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നത്. ക്യാമറയ്ക്ക് നമുക്ക് ഡിഫറൻസ് തോന്നുകയാണെങ്കിൽ 2 ടേബിളിലായിട്ട് ചെയ്യണോണ്ടാണ്. സ്പേസ് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്.
ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതായതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? സബ്സ്ട്രാക്ഷൻ നമ്പർ പറഞ്ഞു, സബ്സ്ട്രാക്ഷൻ നമ്പർ പറഞ്ഞേക്ക് ഇതിൽ നിന്ന് എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. മെസ്സേജ് പറഞ്ഞോടാ. 6 minus 2 is എന്താണ്? 8 minus 3. 8 minus 3. 8 minus 3. അപ്പൊ 8 നേരെയില്ലേ? 8 നേരെയുള്ള ഈ ബ്രൗൺ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഗ്രേ. ഓക്കെ, ഗ്രേ കളർ സ്ട്രിപ്പ് അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കറക്റ്റ് ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യും. ഇതിന് നേരെയുള്ള സ്ട്രിപ്പ് കേട്ടോ. അത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതിന്റെ പ്രശ്നം കേട്ടോ. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. പ്ലേസ് ചെയ്തു കേട്ടോ. 8 minus 3 എന്നല്ലേ പറഞ്ഞത്? അതെ മിസ്. 8 കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഞാൻ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്ത് വെച്ചു. 8 കഴിഞ്ഞിട്ട് പറയുമ്പോൾ 9 ആണ് നെക്സ്റ്റ് നമ്പർ. അപ്പൊ 9 നേരെയുള്ള ആ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള കോളംസ് ഞാൻ എന്ത് ചെയ്തു? കവർ ചെയ്ത് വെച്ചു. 8 മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ 1 2 3 4 5 6 7 8. 8 വരെ നമ്പേഴ്സിന്റെ കോളം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. 8 മൈനസ് എത്രയാ പറഞ്ഞത്? 3 അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് 3 എന്ന് പറയുന്ന സ്ട്രിപ്പ് നിങ്ങൾ കാണാൻ പറ്റും. 3 ആണ്. 1 2 3. ഓക്കെ, 3 എന്ന് പറയുന്ന സ്ട്രിപ്പ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ഞാൻ കോളം ബാലൻസ് ഉള്ള കോളം കൗണ്ട് ചെയ്ത് നോക്കാണ്. 1 2 3 4 5. അപ്പൊ 8 minus 3 എത്രയാണ്? 5 ആണ്. കൺഫേം ചെയ്യണ്ടേ? കൺഫേം ചെയ്യാൻ ഞാൻ ബ്ലൂവിൽ നിന്ന് 5 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് കറക്റ്റ് ആണോ? ഓക്കെ, കറക്റ്റ് ആണ്. 5 ആണ്. സോ 8 minus 3 എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ 5 ആണ്. കുട്ടികളെ കൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യിപ്പിക്കാം. 1 2 3 4 5 കൗണ്ട് ചെയ്ത് അവരോട് പറയാൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ അല്ലേ? ശരിക്കും ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ക്ലോസ് ചെയ്ത് വെക്കണം, എന്നിട്ട് താഴെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. നമ്പേഴ്സ് കാണാൻ പാടില്ല, കുട്ടികളെ കാണാൻ പാടില്ല. ചെക്ക് ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് ചെയ്യാം? കുട്ടികളെ റിവീൽ ചെയ്യിക്കാം കേട്ടോ. ഓക്കെ, വേറെ നമ്പർ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. എത്രയും നമ്പർ പറഞ്ഞേ? 7 minus 7 minus 2 ആണ്. 7 minus 5. 7 minus 2 എന്ന് പറയുമ്പോൾ 8 വരെയുള്ള നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. സോ ഞാൻ 8ന് മേലെയുള്ള നമ്പർ എടുത്ത് എന്ത് ചെയ്യാണ്? കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്തു. 2 എന്ന് പറയുന്ന സ്ട്രിപ്പ് ഇവിടുന്ന് റെഡിൽ നിന്ന് 2 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്തു. ദെൻ കൗണ്ട് ചെയ്ത് നോക്കാണ്, കോളം കൗണ്ട് ചെയ്ത് നോക്കാണ്. 1 2 3 4 5. എത്രയാണ് ആൻസർ? 5 ആണ്. സോ നമ്മൾ ബ്ലൂ സ്ട്രിപ്പിൽ നിന്ന് 5 എടുത്ത് പ്ലേസ് ചെയ്തു. ഓക്കെ, കറക്റ്റ് ആണ് അല്ലേ? അത് 5 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമ്പർ പറഞ്ഞേ. 9 minus 3. 9 minus 3. 9 minus 3. 3. 3. ഓക്കെ, 9 minus 3 ആണ് പറഞ്ഞത്. അപ്പൊ 9 കഴിഞ്ഞാൽ 10. 10ന് മുകളിലുള്ള സ്ട്രിപ്പ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്ത് വെച്ചു. നമ്പേഴ്സ് കവർ ചെയ്യാൻ കേട്ടോ. നിങ്ങൾ നമ്പേഴ്സ് കാണില്ല, നമ്പേഴ്സ് കവർ ചെയ്തു. 9 minus 3 എന്നാണ് പറഞ്ഞത്. സോ റെഡിൽ നിന്ന് ഞാൻ 3 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്തു. അത് കറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ കുട്ടിയോട് ഞാൻ പറയാണ് കൗണ്ട് ചെയ്ത് നോക്കാൻ പറയും. 1 2 3 4 5 6. 6 ആണ് ആൻസർ. കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ബ്ലൂവിൽ നിന്ന് ബ്ലൂ സ്ട്രിപ്പ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അത് കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, മിസ് ഏത് നമ്പറിൽ നിന്നാണോ മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ നമ്പറിന്റെ ഒന്ന് കൂട്ടിയിട്ട് അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട്
ബാക്കി ചെയ്യാനോ? അടുത്ത സ്ട്രിപ്പ് നെക്സ്റ്റ് സ്ട്രിപ്പ് ആയിരിക്കും നമ്മൾ ഗ്രേസ് എടുക്കണ്ടേ കേട്ടോ. ഇത് വലിയ നമ്പർ നോക്കാം. 9 മൈനസ് എത്രയാണ് 8. ഓക്കെ, 9 മൈനസ് 8. 9 മൈനസ് 9 വരെ മതി, ഇവിടെ വേണ്ട. ഞാനിത് എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ചെയ്തു. 9 മൈനസ് 8 അല്ലേ പറഞ്ഞത്. ത്രെഡിൽ നിന്ന് 8 സ്ട്രിപ്പ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. ബാലൻസ് എത്ര കോളം വന്നിട്ടുണ്ട് ഇവിടെ? 1. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1ന്റെ കോളം. ഓക്കെ, 1 ആണ് ആൻസർ. ഓക്കെ, നമ്മള് ഫസ്റ്റ് നോക്കിയത് അഡീഷൻ ബോർഡാണ്. സെക്കൻഡ് നോക്കിയിട്ടേക്കാണ് അട്രാക്ഷൻ ബോർഡാണ്. സോറി, സബ്സ്ട്രാക്ഷൻ ബോർഡാണ്. സ്ട്രിപ്പ് ഏറ്റവും വലുത് 18 ആണോ? അതെ, 18. ഞാൻ കാണിച്ചു 18 ആണോ? ഫുള്ളും കവറായി കേട്ടോ. ഓക്കെ. ഓക്കെ, സബ്സ്ട്രാക്ഷൻ മനസ്സിലായോ? ടീച്ചറെ, ഈ റെഡ് കളറില്ലേ, അത് മൈനസിന് വേണ്ടിയിട്ടും ബ്ലൂ കളർ ചെക്ക് ചെയ്ത് നോക്കാനും, അങ്ങനെ 2 കളർ അതിന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മുടെ ബോർഡിലും ഡിഫറൻസ് ഉണ്ട്. അഡീഷൻ ബോർഡിൽ ബ്ലൂവും റെഡ് ആണെങ്കിൽ, സോറി, സബ്സ്ട്രാക്ഷൻ ബോർഡിൽ ബ്ലൂവും റെഡ് ആണെങ്കിൽ, അഡീഷൻ ബോർഡ് നമ്മൾ കുറച്ച് നേരത്തെ കണ്ട അഡീഷൻ ബോർഡിൽ എങ്ങനെയായിരുന്നു, റെഡും ബ്ലൂ ആയിരുന്നു. ഡിഫറൻസ് നമുക്ക് കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ മേ ബി ഈ 5 മേ ബി ഇവിടെ വന്നു, കുട്ടികൾക്ക് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അവർ ഓർഡർ കറക്റ്റ് ആയിട്ട് 1 2 3 4 5 നിങ്ങൾ നോക്കുമ്പോൾ ഇവിടുന്ന് 1 2 3 4 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് അപ്പം ഡൗട്ട് ഒന്നുമില്ല. കളർ ഡിഫറൻഷിയേറ്റ് മനസ്സിലാക്കിയത് 5 ഇവിടത്തെയാണ്, 5 ഇവിടത്തെയാണ്. ആ കൺട്രോൾ ഓഫ് എറർ കുട്ടികളിൽ തന്നെ സംഭവിക്കാം. കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ചെയ്യും. ആ കളർ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ ചേഞ്ച് ചെയ്യും. അപ്പോ നമ്മൾ കണ്ടത് സബ്സ്ട്രാക്ഷൻ ബോർഡാണ് കേട്ടോ. ഏത് മെറ്റീരിയലും മാറ്റി വെക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും മാറ്റ് ഒക്കെ പ്ലേസ് ചെയ്ത് ആണ് ചെയ്യേണ്ടത്. മേ ബി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴേക്കും നമ്മൾ മാറ്റ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഫുള്ളായിട്ടുള്ള ഇമേജ് എന്തത് മാത്തമാറ്റിക്സ് റെക്കോർഡിൽ കാണാൻ പറ്റും. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിലും ക്ലിയർ അല്ല അല്ലെ? ഇത് ക്ലിയർ ആണോ? എന്ത് ബോർഡാണ്? സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. സബ്സ്ട്രാക്ഷൻ ബോർഡ് കേട്ടോ. ജസ്റ്റ് ഒരു ബോർഡിന്റെ ഇമേജ് ഒക്കെ കാണിച്ച് മേ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ നിങ്ങളോട് എന്ത് ബോർഡാണെന്നൊക്കെ. നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ പഠിക്കുന്ന മെറ്റീരിയൽസ് മെയിൻ ആയിട്ട് നമുക്ക് എപ്പോഴാണ് വരുന്നത്? വൈദ്യുതിയിൽ ഞങ്ങൾ കാണുന്നില്ല. ഓക്കെ, ഞാനത് മാറ്റി കാണുന്നില്ല. ഓക്കെ, ഞാനത് മാറ്റിയിട്ടാ. സബ്സ്ട്രാക്ഷൻ ബോർഡ് ഞാൻ മാറ്റി. നെക്സ്റ്റ് ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ട്രാക്ഷൻ ബോർഡ് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മെറ്റീരിയൽ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ കാര്യം. നെക്സ്റ്റ് എന്താ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നത്? ഓക്കെ, നമുക്ക് പഠിച്ചാലോ മൾട്ടിപ്ലിക്കേഷൻ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാത്തമാറ്റിക്കൽ ഏരിയ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബോർഡ് ഏതാണെന്ന് അറിയാമോ? മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ്. ഭയങ്കര ഇഷ്ടമാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിപ്പിക്കോ? എന്താണ്? ചെറിയ കുട്ടികളല്ലേ? ഉണ്ടാവോ മൾട്ടിപ്ലിക്കേഷൻ? ഇല്ലടാ, എന്നാലും ഒരു 6 years ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് കുട്ടികളിൽ പഠിപ്പിക്കാം. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽ ആണല്ലോ, അത് മൾട്ടിപ്ലിക്കേഷൻ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാം. പക്ഷെ നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര ടഫാണെന്ന്. മൾട്ടിപ്ലിക്കേഷൻ നമ്മളിങ്ങനെ പണ്ട് എങ്ങനെയായിരുന്നു, ടേബിൾ കാണാൻ പാഠം പഠിച്ചില്ലെങ്കിൽ എത്ര അടി വാങ്ങിച്ചിട്ടുണ്ട് നമ്മളൊക്കെ. അങ്ങനെയൊന്നല്ല കേട്ടോ നമ്മുടെ മോണ്ടിസോറിയിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഈ ബോർഡ് കണ്ട് ഇഷ്ടമായിട്ട് മേ ബി ചില അമ്മമാര് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, എന്നോട് പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മെറ്റീരിയല് ഒരു കുട്ടി 4ലെ കുട്ടിയാണെന്ന് തോന്നുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ കുട്ടി എല്ലാ മാത്തമാറ്റിക്കൽ ബോർഡ്സുകളെല്ലാം
ആള് സ്വയമേ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ബോർഡും അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ബോർഡും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. സോറി കേട്ടാ, മെറ്റീരിയലേ ബീഫ് ഉണ്ടായിരുന്നു, അത് ബോക്സില് ഞാൻ നോക്കിയപ്പോ കണ്ടില്ല. സോറി കേട്ടാ. അറിയാം, നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് നോക്കിയാലോ. എന്റെ ഫേവറേറ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. അത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഒക്കെ അത്ര വലിയ ബോർഡൊന്നല്ല കേട്ടോ. അഡീഷണലും സബ്സ്ട്രാക്ഷനും ഒക്കെ പോലെ അത്ര വലിയ ബോർഡൊന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള ബോർഡാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡിൽ കുറച്ച് ഗ്രീൻ കളറിലെ ബീഡ്സ് ആണ് ഉള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട്. പിന്നെ നമ്മൾ കൗണ്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബീഡ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ബീഡ്സ്. നിങ്ങൾ ബീഡ്സ് ഒക്കെ കണ്ടല്ലോ. ഞാൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 into 3. ഓക്കെ, എത്രയാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ. പക്ഷെ 3 into 3 ആണ്. ഹാൻഡ് റൈറ്റ് കാണാല്ലേ? ഓക്കെ, 3 into 3 ചെയ്യാൻ പോവാണ്. ഞാൻ 3 സംഭവം പ്ലേസ് ചെയ്യാണ്. നമ്മള് കുട്ടികൾ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കുട്ടികളിലെ ഫൈൻ മോട്ടോർ സ്പേസ്, നമ്മൾ കുട്ടികളെ പെയിൻ ഹോൾഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് അല്ലെ? പെന്നോ പെൻസിലോ ഹോൾഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. സോ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കുട്ടികൾ ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, എടുക്കാണ്. അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ കേട്ടോ. 3 വരെ മതി. ഇത് 1 2 3 9 വരെ ഉണ്ട് കേട്ടോ. ഇവിടെ 3 വരെ മതി. 1 2 3 വരെ ആയി. ദെൻ 3 into 3 ആണ്. ദെൻ ഇവിടം വരെ, ഇവിടെയും 1 2 3 ഉണ്ട്. അപ്പൊ ഈ 3 കോളങ്ങളുണ്ടോ, ഈ 3 കോളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഈ 3 കോളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യണം. ഞാൻ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യാണ്. മൂന്ന് റോസും 3 കോളംസ് ആണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ 3 റോസും 3 കോളംസും ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൗണ്ട് ചെയ്യിക്കും കുട്ടികൾക്ക് കൊണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9. അപ്പൊ എത്ര കിട്ടി? 3 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 9. അപ്പൊ അതിങ്ങനെ കൗണ്ട് ചെയ്തെടുക്കുന്നത്, ഇത് 3 എണ്ണം പ്ലേസ് ചെയ്തിട്ട് ഈ 3 റോസും 3 കോളംസും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ദെൻ ഈ ബീഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് കൗണ്ട് ചെയ്തെടുക്കാണ്. സ്റ്റിക്കേഴ്സും പ്ലേസ് ചെയ്തു.
ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ വെക്കുന്നത്. 5 into 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. 5 into 2 എന്നാണ്. സോ 5 നമ്മൾ പ്ലേസ് ചെയ്യാണ്. 5 പ്ലേസ് ചെയ്യണേ. ഓക്കെ. ദെൻ എന്ത് ചെയ്യാ, ബീഡ്സ് 2 വരെയാണ് പറഞ്ഞത്. 2 റോസ് ആണ് വേണ്ടത് ഫിൽ ചെയ്യേണ്ടത്. ഇത്രയും വരെ നമ്മൾ എന്ത് ചെയ്യണം, ബീഡ്സ് ഇടണം. ഞാൻ ബീഡ്സ് പ്ലേസ് ചെയ്യാണ്. ഇവിടെ വരെ അത് കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് റോയിലേക്ക് വരാം കേട്ടോ. എന്നിട്ട് കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കാം. 1 2 3 4 5 6 7 8 9 10 കണ്ടോ, 10 വരെ. അപ്പൊ 5 into 2 എത്രയാണ്? 10. നെക്സ്റ്റ് എത്രയാണ്? 4 into 2 ആണ് കേട്ടോ. 4 into 2 4. അതിന് സ്പേസ് ഉണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഇരുന്നോളും. സോ 4 into 2 അല്ലേ. ദെൻ 2 റോസ് കേട്ടോ. 2 റോസ്. എന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. അപ്പൊ 4 into 2 എത്രയാണ്? 8 ആണ് ആൻസർ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് കേട്ടോ. ക്ലിയർ ആയോ എല്ലാവർക്കും? ടീച്ചർ പറഞ്ഞതുപോലെ മറ്റേ രണ്ടിലേറെ നല്ല സിമ്പിൾ ആണല്ലേ ഇത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാക്കി എല്ലാ ബോർഡിനേക്കാളും മൾട്ടിപ്ലിക്കേഷൻ കുട്ടികളെ എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ കുട്ടികളെ പോലും മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാൻ പറ്റില്ലേ. ബോർഡ് കാണുന്നവരെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ മൾട്ടിപ്ലിക്കേഷൻ എന്തിനാ കുട്ടികളെ പഠിപ്പിക്കണേ? സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അതെ അതെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാം. അത് വലിയ സംഖ്യകൾ ചെയ്യാട്ടോ. 9 വരെ ഉണ്ട് കേട്ടോ. 9 വരെ ടേബിൾ നമുക്ക് ഒരു സിമ്പിൾ പക്ഷേ ബോർഡ് മെറ്റീരിയൽ എങ്ങനെയാ ഉണ്ടാക്കുക? അത് മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു കുട്ടിയില്ലേ, ആരാണ്, ഒരു കുട്ടിയാണ് ആള് ചെയ്ത് അത് കാർഡ്ബോർഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കാർഡ്ബോർഡിലെ ഹോളൊക്കെ ഇട്ട് മേ ബി ഈ ബോർഡ് കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തതായിരിക്കും. എന്നോട് പറഞ്ഞത് മിസ് അന്ന് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ തന്നെ ഇഷ്ടമായി. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ വന്നപ്പോ അത് കണ്ടു. കുട്ടികളുണ്ട് ആൾക്ക്. മക്കൾക്ക് പഠിപ്പിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ സ്വയമേ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ സെൻഡ് ചെയ്ത് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല രസമാണ് കാണാനൊക്കെ. അപ്പൊ മേ ബി ഓരോരുത്തരുടെ ഫാഷൻ ആയിരിക്കില്ലേ. മേ ബി ഇത് ഫുൾ വുഡൻ ആണ്. അപ്പൊ ഇത് ചെയ്ത് സിമ്പിൾ ആയിട്ട് കാർഡ് ബോർഡിലാണ് തോന്നുന്നുണ്ട്. എനിക്ക് പറഞ്ഞോന്നുള്ളൂ കേട്ടോ. ഞാൻ ബീറ്റ്സ് മാറ്റിക്കോട്ടെ. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ആരെയും പറയുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ഞാൻ പുതിയ ബോർഡ് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. മിസ്സേ 9 into 9 എങ്ങനെയായിരിക്കും നേരം? 9 into 9 ഉഷ 9 into 9 അല്ലേ? അതെ, ഈ ബീറ്റ്സ് ഫുള്ള് 9 to 9 എന്ന് പറയുമ്പോൾ 81 ബീറ്റ്സ് വേണം. പക്ഷെ ഈ പ്രാക്ടിക്കൽ സെഷനിൽ കുട്ടികൾ വരുമ്പോ എന്തായാലും 1 or 2 ബീറ്റ്സ് ഒക്കെ വെച്ച് കുറഞ്ഞിട്ടുണ്ടാവും. സോ ഈ ബീറ്റ്സ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ റെഡ് ബീറ്റ്സ് ഇട്ടോട്ടെ? ഓക്കെ, അത് കുഴപ്പമില്ലല്ലോ. 9 to 9. മിസ്സേ ഇത് എന്തിനാ ആദ്യം ഇങ്ങനെ വെക്കുന്ന ഈ സംഭവം? നമുക്ക് എത്ര വരെയാണ് എന്തിനാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരാതിരിക്കും. ഇപ്പൊ 5 ആണെങ്കിൽ 5ന്റെ പ്ലേസ് വരെ നമ്മൾ വെക്കുള്ളൂ. 6 ആണെങ്കിൽ 6 വരെ. അല്ല 5 into 4 എന്ന് പറയുമ്പോ അപ്പൊ 4 വെക്കുന്നില്ല, 5 മാത്രമല്ലേ വെക്കുന്നുള്ളൂ? അതപ്പോ 5 മാത്രമേ വെക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാട്ടെ. 9 പറഞ്ഞിട്ട് നോക്കി ഇവിടെ കണ്ടോ, 5 വരെ വെച്ചിട്ടുള്ളൂ. ദെൻ 4ന് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. ഒരു ഡൗട്ട് കുട്ടികളുടെ വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു പോയിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ദെൻ അത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. 9 into 5നേക്കാൾ 9 into 9നേക്കാൾ എളുപ്പമാണ് 5 into 4. ഞാൻ അത് ചെയ്ത് നോക്കട്ടെ.
എന്നിട്ട് നമ്മളിങ്ങനെ ബീഡ്സ് കറക്റ്റ് ആയിട്ട് ഇവിടം വരെ ഫില്ല് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടി, അവിടം വരെ മതി. കുട്ടികള് ഒരു കൺട്രോൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? എന്നിട്ട് നമ്മളിത് കൗണ്ട് ചെയ്ത് നോക്കും, ബീഡ്സ് എത്ര ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നമ്മൾ എത്ര പറഞ്ഞത്? 9 into 9. 1 minute. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 9 to 9 ചെയ്യുന്ന എന്തോ ഭയങ്കര മടിയുള്ള പോലെ. എല്ലാ ബീഡ്സ് എടുത്ത് തരണമല്ലോ. ഞാൻ ഇതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാണ്ട് 9ന്റെ സ്ഥാനത്ത്. ഒരു ഡൗട്ട് ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട്. ഇതിലെന്താ മിസ് 10 ഇല്ലാത്ത? 10 ഭയങ്കര ഈസി അല്ലേ, അതുകൊണ്ടായിരിക്കും. 1 into 10 10. അത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ്. നോക്കട്ടെ കേട്ടാ, പ്ലേസ് ആവും അറിഞ്ഞോടാ. 81 എബോവ് ബീഡ്സ് കാണണം. നിങ്ങൾ വരുമ്പോ വലിയ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് നോക്കിക്കോട്ടോ. 9ന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് നോക്കിക്കോട്ടോ പ്രാക്ടിക്കലിന് വരുമ്പോ. വരില്ല എല്ലാവരും? MD സാറിന്റെ കുട്ടികളൊക്കെ എല്ലാവരും വരും. കാരണം നമുക്ക് മെറ്റീരിയൽസ് മേ ബി മോണ്ടിസോറി സ്കൂളിലാണ് ട്രെയിനിങ്ങിന് പോകുകയാണെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ആകെ ഒരു ചാൻസ് ഈ പ്രാക്ടിക്കൽ സെഷനിൽ മാത്രമാണ് മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മളതൊരു ഒരുമിച്ച പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടാവുക? അല്ലാടാ, സെപ്പറേറ്റ് ആയിരിക്കും. നമ്മള് ഓൺലൈൻ കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഓഫ്ലൈൻ വരുമ്പോ. നമുക്ക് അത്രയും കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് മേ ബി പറ്റണമെന്നില്ല. സോ എനിക്കിപ്പോ 2 ബീഡ്സ് ആണ് മിസ് ആയിരിക്കുന്നത്. ഞാൻ 2 ബീഡ്സ് എന്തെടുക്കും? റെഡ് ബീഡ്സ് കൊടുക്കാം കേട്ടോ. 2 ബീഡ്സ് ആയിട്ടുള്ളൂ. ഞാൻ കൗണ്ട് ചെയ്തു, എല്ലാവരും ഇത് കൗണ്ട് ചെയ്തു. 9 to 9 കിട്ടുന്നതായിരിക്കും. ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 34 35 36 37 38. തെറ്റിയില്ലേ? എന്റെ ഇടയിൽ 36 പറഞ്ഞു. ഓക്കെ, നിനക്ക് മനസ്സിലായില്ലേ സംഭവം? പാവല്ലേ ഞാൻ? വേണ്ട മിസ്സേ, വേണ്ട, മതി, മനസ്സിലായി. ഓക്കെ. ടീച്ചറെ മൈൻഡ് വേറെ കേട്ടോ പോയി. അല്ല, കൗണ്ട് ചെയ്ത് ശരിക്കും വരുന്നില്ല. അത് ഈ 9ന്റെ ആയതുകൊണ്ടാ. ചെറുപ്പത്തിലേ അതായിരുന്നു. 9ന്റെ പട്ടിക പഠിക്കാൻ ഭയങ്കര ഇതായിരുന്നു. മെറ്റീരിയൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഹെൽപ്ഫുൾ ആയിരുന്നാണ് അല്ലേ? നമ്മളൊക്കെ മൾട്ടിപ്ലിക്കേഷൻ എത്ര കഷ്ടപ്പെട്ടിട്ട് പഠിച്ചത്. എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നോ മാത്സ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽ അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാ. സിമ്പിൾ ആണ് സാധനം. ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ട് ടേബിള്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽ ആണ് ഇത്. നിങ്ങൾക്കും മേ ബി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പക്ഷെ ആവാം. ഇത് നമ്മള് സ്കൂളിലേക്കൊന്നും കുട്ടികൾക്ക് അവൈലബിൾ അല്ലല്ലോ. ഇവരിപ്പോ നോർമൽ സ്കൂളിലല്ലേ പഠിക്കുന്നത്, മോണ്ടിസോറി സ്കൂളിലല്ലല്ലോ. വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആകും അല്ലേ? ഓക്കെ, വീട്ടിൽ നമ്മൾ വാങ്ങിച്ച് പ്രാക്ടീസ് നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് ആവും കേട്ടോ. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ മോണ്ടിസോറി സ്കൂളിൽ മെറ്റീരിയൽസ് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ഓരോ സെഷൻ അനുസരിച്ച് അവർക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്ന ഏജ് മുതൽ ഇന്ന ഏജ് വരെയുള്ള കുട്ടികൾക്കാണ് ഓരോ മെറ്റീരിയൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയുള്ള കുട്ടികൾക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ കാർഡ്ബോർഡിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നല്ലതല്ലേ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ. ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലോ ബീഡ്സ് വെച്ചിട്ട്. ആ കുട്ടി അങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു. ആ ഹോളൊക്കെ ഇട്ട് ബീഡ്സ് ഒക്കെ അത് ഈ ഹോൾ ഇടാനാണ് കറക്റ്റ് ആയിട്ട്. അതിന് എന്താണ് മാർഗം ഉണ്ടാവോ? ഒന്നും ചെയ്ത് നോക്കായിരുന്നു.
ഓക്കെ, നിങ്ങൾ നോക്ക്, ട്രൈ ചെയ്ത് മിസ്സേ ഞാന് ഇങ്ങനെ ഒരു ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആൽഫബറ്റ്സ് ബോർഡ്. ഓക്കെ, നല്ലതാണ്. എന്നിട്ട് അത് ഇത് കുട്ടികളെ കൊണ്ട് അറേഞ്ച് ചെയ്യിപ്പിക്കും. ഇത് എന്റെ മോൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഞാൻ പറയില്ല, ആൽഫബറ്റ്സ് ബോർഡാണത്. നല്ലതാണ്. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. പിന്നെ അതില്ലേ ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ബോർഡ് അവൈലബിൾ ആയിട്ട് കിട്ടും, ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആൽഫബറ്റ്സ് എഴുതാൻ പറ്റും. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്? ഒന്നുകൂടി കാണിച്ചില്ല. ഞാനൊരു ബോർഡ് കാണിച്ചില്ല, 1 മിനിറ്റ്. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്നാ പറയണേ. ഞാൻ കാണിച്ചില്ല. അതെന്റെ കയ്യിലുണ്ട് മിസ്സേ. റൈറ്റിംഗ് ബോർഡ് അല്ലേ? റൈറ്റിംഗ് ബോർഡ്സ് അതൊന്ന് കാണിച്ചു കൊടുത്തേ കുട്ടികൾക്ക്. നിങ്ങൾക്ക് ഈ ടൈം കംഫർട്ടബിൾ ആണോ? 2:30 to 3:30? അല്ല മിസ്, അത് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാനൊക്കെ പുറത്ത് നിന്നിട്ട് ക്ലാസ് കേൾക്കുന്ന കുട്ടീനെ കൊണ്ടുവരാൻ പോയി. അവന്റെ വണ്ടി വരുന്ന ടൈമേ കുറെ പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ വരുന്ന ടൈമല്ലേ, ചെറിയ കുട്ടികളല്ലേ. 1:30 to 2:30 തന്നെ മതി മിസ്സേ. 1:30 ഞാൻ നോക്കാം, കാരണം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അറിഞ്ഞുകൊണ്ടിടാം. നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ നമ്മുടെ പോർഷൻ ക്ലാസ് കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കൽ സെഷൻ വേഗം തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു 1 വീക്ക് കൂടി നമ്മൾ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. 1 മിനിറ്റ്. അല്ലെങ്കിൽ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പ്രാക്ടിക്കൽ സെഷൻ വെക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ നമ്മൾ പോർഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽസ് വൈകും, അതേപോലെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യങ്ങൾ വൈകും. അതുകൊണ്ടാണ് ഈ ഒരു ടൈം. മേ ബി ടീച്ചേഴ്സിന്റെ ടൈം അനുസരിച്ച് ഞങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ കുഴപ്പമുണ്ട്. ഇപ്പൊ മേ ബി ഞാൻ 2 o'clock ഫ്രീ ആണെങ്കിൽ നാളത്തെ എന്റെ ക്ലാസ് 2 o'clock വെക്കാം. മേ ബി ചില ദിവസങ്ങളിൽ ചില ടീച്ചേഴ്സിന് 1:30 വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മള് ചേഞ്ച് ചെയ്ത കുഴപ്പം വരും നിങ്ങൾക്ക്? 2 o'clock ആണെങ്കിൽ കുഴപ്പമില്ല മിസ്. 3 മണിയാകുമ്പോഴേക്കും കഴിയില്ലേ? ഇത് 3:30 ആകുമ്പോഴേക്കാണ് കുട്ടികളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ നാളത്തെ ക്ലാസ് ഞാൻ മേ ബി 2 o'clock ഫിക്സ് ചെയ്തേ. പക്ഷെ അങ്ങനെ എല്ലാ ദിവസവും വേറെ വേറെ ടൈം ആകുമ്പോൾ കുട്ടികൾ ഏത് ടൈമാണെന്ന് അറിയാതെ കൺഫ്യൂഷൻ ആകില്ലേ, ഏത് സമയത്തൊക്കെ കയറേണ്ടതെന്നുള്ളതൊക്കെ? പ്രാക്ടിക്കൽ സെഷൻ ഞങ്ങൾ അങ്ങനെ ചെയ്യാറ്. നമ്മൾ ചിലപ്പോൾ 12 o'clock കൊടുക്കാറുണ്ട്, 2 o'clock കൊടുക്കാറുണ്ട്, സാറ്റർഡേസ് മാത്രം കൊടുക്കാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറുന്ന കുട്ടികൾക്ക് കുഴപ്പമില്ല, അല്ലാതെ ഇടയ്ക്കൊക്കെ അങ്ങനെ ലീവ് ആകുന്നവർക്കൊക്കെ തെറ്റിദ്ധാരണകൾ വരില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? 2:30 ഇൻഫർമേഷൻ വന്നതാണ്, മാമിനോട് ചോദിച്ച് ഞാൻ അതിന് വേണ്ട തീരുമാനം. മോർണിംഗ് ടൈം ആക്കുകയാണെങ്കിലോ? മോർണിംഗ് ടൈം ക്ലാസ് ഇല്ലേടാ. ഞങ്ങൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ് 2:30 to 3:30 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആർക്കും ക്ലാസ് ഇല്ല. അപ്പൊ ആ ടൈം നോക്കി വെച്ചതാണ്. കഴിയാണെങ്കിൽ ഓക്കെ ആണല്ലോ എന്നുള്ള രീതിയിൽ. അല്ല, എല്ലാരും പറയണത് ഒരു 2 മണി മുതലാണെങ്കിൽ കുഴപ്പമില്ല, 2 to 3 ഒക്കെ ആണെങ്കിലേ. ഞാൻ മേ ബി ഓരോ ദിവസത്തെ ടൈം അങ്ങനെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടാ. ഇന്ന് എത്ര മണിക്കാണ് ക്ലാസ് റൂമിൽ ഇടും, 2 ബാച്ചിലും 27-ലും 6-ലും ഇടാം. ക്ലാസ് റൂമിൽ ഇടാം. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാം ടൈം എത്രയാണെന്നുള്ളത്. ക്ലാസ് റൂമിൽ ഇൻഫർമേഷൻ വിടും എന്നിട്ടാ. എന്താണ്? ഫൈനൽ എക്സാമിന്റെ ഡേറ്റ് എടുത്താൽ മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണ് വൈവ എക്സാം വരുന്നത് കേട്ടാ. നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റഡി ലീവ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പായിട്ട് ചിലപ്പോൾ മേ ബി ടൈം ടേബിൾ വരെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈവ എക്സാം കഴിഞ്ഞിട്ട് സ്റ്റഡി ലീവ് തരുന്ന സമയത്ത് PG ക്ലാസ്സിനുള്ള ഒരു PG ക്ലാസ്സിന്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? അതേടാ, നിങ്ങൾ MPC പാസ് ഔട്ട് ആവുമ്പോൾ ഡിപ്ലോമ പ്ലസ് PG ഒരുമിച്ച് പാസ് ഔട്ട് ആവണ്ടേ. അതുകൊണ്ട് PG കുട്ടികൾ എന്തായാലും PG ക്ലാസ്സിന് കയറണം. നൈറ്റ് കുറച്ച് നേരമല്ലേ. പിന്നെ PG കുട്ടികളോട് പ്രത്യേകം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാ, എന്നോട് പേഴ്സണൽ ആയിട്ട് വന്ന് കഴിഞ്ഞ ദിവസം പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു, MT5-ന്റെ പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു. അപ്പൊ കുട്ടികൾ വന്ന് പറയാണ് PG ക്ലാസ്സിൽ മിസ് ഭയങ്കര സീരിയസ് ആണ്, അതുകൊണ്ട് മിസ് ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ. അപ്പൊ നോർമലി അങ്ങനെയാണ്, PG ക്ലാസ്സിന് അങ്ങനെയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോർഷൻസ് ഫുള്ളും കംപ്ലീറ്റ് ആവണം. 2 monthsനുള്ളിൽ നിങ്ങൾക്ക് അറിയാലോ അത്രയും വലിയ പോർഷൻസ് ആണ്. അതുകൊണ്ടാണ് അത്ര കമ്പനി ഞങ്ങൾക്ക് കുറച്ച് മുമ്പേ തന്നെ ക്ലാസ് തുടങ്ങിയതായിരുന്നില്ല. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്താണെങ്കിൽ
കുറച്ച് സമാധാനം പോലെ എടുത്താൽ മതിയായിരുന്നു അല്ലേ? പക്ഷേ ഇല്ലേടാ ആ ടൈമിൽ എന്തോ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം മൊഡ്യൂൾ 3 കഴിയാണ്ട് PGക്ക് വന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ കാര്യമില്ലല്ലോ. മോണ്ടിസോറിനെ കുറിച്ച് നിങ്ങൾ അറിയാണ്ട് PGയിൽ വന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് മോണ്ടിസോറിനെ കുറിച്ച് മൊഡ്യൂൾ 3 കഴിഞ്ഞിട്ട് PG ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ അസൈൻമെന്റ്സ് ഉണ്ടാവത്തില്ലേ? 2 ചെയ്തായിരുന്നു. എന്താണ് അസൈൻമെന്റ്? PGയിലാണോ? ആ, PGയിൽ മെയിൻ സെമിനാർ കേട്ടോ. അസൈൻമെന്റ് ഉണ്ട്, സെമിനാർ ഉണ്ട്. ഓരോ ടീച്ചേഴ്സിനനുസരിച്ചിരിക്കും. ഞാൻ സെമിനാർ റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്യാൻ പറയാറ്. ഓരോ ആക്ടിവിറ്റി നമ്മൾ സാധാരണ മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അവിടെ അസൈൻമെന്റ്സും സെമിനാർ റിപ്പോർട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈനായിട്ട് ആരാ പറയുന്നേ? MT7 കുട്ടികളൊക്കെ ആശില് പറയണം. മിസ്സേ ഫൈനൽ എക്സാം എന്നത്തേക്കായിരിക്കും? ഇൻഫർമേഷൻ ഒക്കെ അറിഞ്ഞൂടാ. കാരണം ഇൻഫർമേഷൻ എനിക്ക് അറിഞ്ഞൂടാ. അത് മാമാണ് ഇടുന്ന ടൈമൊക്കെ. ഞങ്ങൾ പോർഷൻ തീർന്നു കഴിഞ്ഞാൽ ഫൈനൽ എക്സാം പറയും. ഡേറ്റ് പോർഷൻ തീർന്നോന്ന് മാത്രം നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങളോടായിരിക്കും ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻഫോം ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മിസ്. പറഞ്ഞോ ശ്രീലക്ഷ്മി. ഒരു കഥയാണ്. Once upon a time, a crow was very thirsty. The sun was hot, and he could not find any water. Suddenly, he saw a pot with a little water at the bottom, but the water was too low for him to reach. Then he had a clever idea. He started dropping pebbles into the pot. The water level rose high and high. Finally, the crow could drink the water. He drank it full and flew away happily. Thank you. Thank you. Thanks, Reshmi. Thank you, Miss. Okay.